സത്യം എനിക്ക് പേടിയാവുന്നു. പോലീസിന് പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ പപ്പി? നമ്മളെ സഹായിക്കാനാ അവര് ജോലി ചെയ്യുന്നത്. എന്നാലും നീ വാ പപ്പി. ഇത് കളക്ടർ മാഡത്തിന്റെ വീട്ടിലെ കുട്ടിയല്ലേ? പോലീസ് അങ്കിളെ. എന്താ മക്കളെ? അങ്കിളെ, ഇവിടെയല്ലേ പടം വരച്ചു കൊടുക്കുന്നത്? പടം വര പോയേ, ഇവിടെ എനിക്ക് വേറെ ജോലിയുണ്ട്. കുട്ടികളല്ലേന്ന് കരുതി അല്പം മര്യാദയ്ക്ക് പെരുമാറിയപ്പോ പ്ലീസ് അങ്കിൾ, അങ്കിൾ പ്ലീസ്. അങ്കിളിന്റെ മോളെ പോലെയല്ലേ ഞാൻ. പ്ലീസ് അങ്കിൾ. ആരുടെ പടമാ കുട്ടിക്ക് വരയ്ക്കേണ്ടത്? എന്റെ ചേച്ചിയമ്മയുടെയാ പോലീസ് അങ്കിൾ. ആരാ മോളുടെ ചേച്ചിയമ്മ? സത്യാമ്മയുടെ മൂത്ത മരുമകളാ അങ്കിൾ. ചേച്ചിയമ്മ കാണാനില്ലെങ്കിൽ ഞങ്ങൾക്ക് കണ്ടുപിടിക്കണം. സത്യാമ്മയുടെ മരുമകളോ? അതൊക്കെ വലിയ പൊല്ലാപ്പാവും. നിങ്ങൾ പോയേ പോയേ. എന്ത് പൊല്ലാപ്പ അങ്കിൾ? പപ്പി കള്ളന്മാരെ പിടിച്ചോണ്ട് വന്നു തുടങ്ങിയപ്പോ ഞാനല്ലേ പോലീസിൽ വിളിച്ച് പരാതി പറഞ്ഞത്. അന്ന് എന്റെ പരാതിയില്ല അന്വേഷിച്ചത്, അതുപോലല്ലേ ഇതും. രണ്ടും വേറെയാ. കുട്ടിക്ക് അത് പറഞ്ഞ മനസ്സിലാവില്ല. തൽക്കാലം സമയം മെനക്കെടുത്താതെ പോയേ പോയേ. പപ്പി വാ, ഇവിടെ ഇരിക്കും പപ്പി. നിങ്ങൾ എന്തായി കാട്ടുന്നേ? എഴുന്നേക്ക്. എഴുന്നേക്കാനാ പറഞ്ഞത്. പിള്ളേരെ നിങ്ങളോട് എഴുന്നേക്കാനാ പറഞ്ഞേ. ഇല്ല അങ്കിൾ, പടം വരച്ച് കിട്ടുന്നത് ഞങ്ങളോട് നനയില്ല. നല്ല തല്ലുകൊള്ളും കേട്ടോ. സമാധാനമായി സത്യാഗ്രഹിക്കുന്നവരെ തള്ളാൻ പാടില്ല അങ്കിൾ, അതും പോലീസ് സ്റ്റേഷനിൽ വെച്ച്. മാത്രല്ല ഞങ്ങൾ കുട്ടികളാണ്, ചൈൽഡ് റൈറ്റ്സിൽ പ്രശ്നമാവും. സത്യാഗ്രഹോ? സാറേ, ആ ഇരിക്കുന്ന ജില്ലാ കളക്ടറുടെ മോളാ ആ അപ്പുറത്തിരിക്കുന്ന കുട്ടി. അതെന്തിനാണോ എന്നെ മെനക്കെടുത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്? എന്തിനോ ആയിക്കോട്ടെ, വലിയ വീട്ടിലെ പിള്ളേരുടെ കാര്യം ഇങ്ങനെയാണെന്ന് സാറിനറിയില്ലേ? ഇതിനേക്കാളൊക്കെ വലിയ കോമാളിത്തരങ്ങൾക്ക് കൂട്ടി നിൽക്കേണ്ടി വന്നിട്ടില്ലേ നമുക്ക്? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന്? ആ പടം അങ്ങ് വരപ്പിച്ച് കൊടുത്തേക്ക് സാറേ. നമുക്ക് ചെയ്തൊന്നുമില്ലല്ലോ. എടോ, അത് നിയമപരമായി ശരിയല്ലല്ലോ. സാറ് പിന്നെയും. സാറേ, പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കണ്ട ഈ പിള്ളേർ ഇവിടെ കുത്തിയിരിക്കുന്നത് വലിയ പ്രശ്നമാവും. ആരെങ്കിലും മൊബൈലിലോ മറ്റോ ഷൂട്ട് ചെയ്ത് നെറ്റിലേക്ക് കയറ്റി വിട്ടാലും മതി. കളക്ടറുടെ മോളാന്നറിയാമല്ലോ. സെൻസിറ്റീവ് പ്രശ്നമാണ് സാറേ, തൊപ്പി തെറിക്കും. എടോ, ഒന്ന് വിരട്ടി വിട്ടാ പോരെ? പണ്ടത്തെ പോലെ പോലീസിന് വിരട്ടാൻ പറ്റുമോ സാറേ, അതും പിള്ളേരെ? അവര് പുറത്തിറങ്ങിയിട്ട് ഭംഗിയായിട്ടൊന്ന് കരഞ്ഞാൽ മതി. കളക്ടറുടെ മോളാണോന്നൊന്നുമില്ല. അപ്പോഴും സാറിന്റെ തൊപ്പി പോവും. പോരെങ്കിൽ ആ കളക്ടറുടെ മോള് ആള് നല്ല ബ്രില്യൻ്റാ. ചൈൽഡ് റൈറ്റ്സിനെ പറ്റിയൊക്കെ പറയുന്നത് സാറ് കേട്ടില്ലേ? എന്താണോ ഇപ്പൊ ചെയ്യാൻ?
പറഞ്ഞില്ലേ ആ ഫോട്ടോ അങ്ങ് വരപ്പിച്ച് കൊടുത്തേക്ക് സാറേ. എടോ അതിനാ രേഖാചിത്രകാരൻ വേണ്ടേ? ആ വിജയമോഹൻ അടുത്ത റൂമിൽ ഇരിപ്പുണ്ട് സാറേ, ഞാൻ വിളിപ്പിക്കട്ടെ? ആ എന്നാ വിളിപ്പിക്കും. ഇയാളോ നിന്നേ. ആ. ഇതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത്, അത് താൻ ഏറ്റോണം. അത് ഞാൻ ഏറ്റു സാറേ. മതി മതി, എഴുന്നേക്ക്. പപ്പിയുടെ ചേച്ചിയമ്മയുടെ പടം വരച്ചു തരുമോ? തരാമെന്ന്. പപ്പി, നിന്റെ ചേച്ചിയമ്മയുടെ പടം വരച്ചു തരുമോന്ന്? താങ്ക്സ് അങ്കിൾ. താങ്ക് യു വെരി മച്ച് അങ്കിൾ. ആ ശരി ശരി ശരി. സാർ ദേ ദേ ഈ അങ്കിള് വരച്ചു തരും മോളുടെ ചേച്ചിയമ്മയുടെ പടം. സാറേ ഞാനങ്ങ് വീട്ടിൽ പോകാൻ നിൽക്കുമായിരുന്നു. ഡോ പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ, ഒന്ന് ചെയ്തു കൊടുക്ക്. സാറിന് അറിയാലോ, അങ്ങ് മീൻപാറ വരെ പോണ്ടേ സാറേ, ഒരുപാട് ദൂരമില്ല സാറേ. പ്ലീസ് അങ്കിൾ. പ്ലീസ് അങ്കിൾ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അങ്കിൾ പ്ലീസ് ആ, ഒന്ന് വരച്ചു തരണം അങ്കിൾ. ഒന്ന് വരച്ചു തരണം അങ്കിൾ. ഹെൽപ്പ് ചെയ്യണം അങ്കിളെ. ശരി ശരി, വരച്ചു തരാം. വരയ്ക്കേണ്ട ആളെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? ദാ ഇതാ ചെറുതിലുള്ള ഫോട്ടോ. വലുതായി കഴിയുമ്പോ എങ്ങനെ ഇരിക്കുമെന്ന് അറിയേണ്ടത്. ഇത് കുട്ടിയായിരുന്നപ്പോഴത്തെ ഫോട്ടോയാ. നല്ല പണിയുണ്ട് സാറേ. എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കടോ, തലവേദന ഒഴിവാവട്ടെ. ഹലോ രാമേട്ടാ, ഞാൻ ആനന്ദ, സിറ്റി സ്റ്റേഷനിൽ നിന്ന്. മനസ്സിലായി ആനന്ദേ, പറഞ്ഞോ. രാമേട്ടൻ ഇപ്പൊ കളക്ടറുടെ വീട്ടിലാണോ? എന്താ ആനന്ദേ? ശരി, ഞാനൊന്ന് നോക്കട്ടെ. വിഷ്ണു, വാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാം, വാ. നീ എന്താ കല്ലിന് കാറ്റ് പിടിച്ച പോലെ നിൽക്കുന്നേ? അമ്മ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. എടാ, കേൾക്കുന്നുണ്ടെങ്കിലേ അതിന് വല്ല പ്രതികരണം ഉണ്ടാവണം. എനിക്കിപ്പോ വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. നിന്റെ ഈ നിരാഹാര സമരം ആരെ തോൽപ്പിക്കാനാടാ? എന്നെയോ? അതോ ശരിക്കും എഴുന്നേറ്റ് നടക്കാൻ പോലും ആവാത്ത നിന്റെ അച്ഛനെയോ? ദേ, പിന്നെ നീ ഒരു കാര്യം മറക്കണ്ട, 2 ദിവസം. അമാവാസിക്ക് നീ 2 ദിവസമേ ഉള്ളൂ. എന്ന് വെച്ചാ ശാലിനിക്കിനി നിന്റെ ജീവിതത്തിലേക്ക് വരാനുള്ള അവസാനത്തെ ചാൻസ് കഴിയാൻ പോവാന്നർത്ഥം. ദേ, നീ സത്യം ചെയ്തു തന്നതാ അമാവാസിക്കപ്പുറം അവളെ നീ കാത്തിരിക്കില്ലാന്ന്. മറുപടി പറഞ്ഞിട്ടങ്ങ് പോയാ മതി. എന്റെ ഇഷ്ടത്തിനോ ഇഷ്ടക്കേടിനോ എന്താ പ്രസക്തി? ഒന്നുമില്ലല്ലോ. ഉണ്ടടാ, അക്കാര്യം നമ്മൾ സംസാരിച്ചതുവാ. എടാ,
നിന്റെ ഇഷ്ടം നോക്കിയല്ലേ ഞാൻ ഇത്രയും സമയം തന്നത്. ഓ, സമയം തന്നല്ലോ, അത് വലിയ കാര്യം തന്നെയാ. അമ്മ പറഞ്ഞ ഡെഡ് ലൈനെ എന്റെ മനസ്സിൽ കോറിയിട്ട് കഴിഞ്ഞതാ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം എന്തിനാ പിന്നെ? ഉണങ്ങാത്ത മുറിവിൽ കുത്തി നോക്കുന്നു, ഇതുമായിട്ട് എന്താ വ്യത്യാസം? എടാ, നീ നിന്റെ മനസ്സിലേക്ക് മാത്രം നോക്കുന്നത്, നിന്റെ വേദനകളിലേക്ക്. ചുറ്റുള്ള മനുഷ്യരെയൊന്നും നീ കാണുന്നില്ല. ആരെ ഞാൻ കാണാത്തെ? എന്റെ കാഴ്ചയ്ക്ക് ഒരു തകരാറുമില്ല. കണ്ണിന്റെ തെളിച്ചം കൊണ്ടേ നിനക്ക് എന്നെ കാണാം, അച്ഛനെ കാണാം, ചുറ്റുമുള്ള എല്ലാത്തിനെയും കാണാം. എടാ, പക്ഷേ നിന്നെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ മനസ്സ് കാണാൻ കഴിയുന്നുണ്ടോന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് കാണാം അമ്മേ, അതും എനിക്ക് കാണാം. എടാ, എങ്കി നീ എന്നെ വിഷമിപ്പിക്കില്ലായിരുന്നു. എടാ, നിന്റെ ജീവിതം ആർക്കും ഇല്ലാതെ ഇങ്ങനെ നീറി പോകുന്നത് കണ്ട് എന്റെ മനസ്സ് എരിയുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷവും അതെപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. നിനക്കതറിയോ? എന്നിട്ടും കഴിഞ്ഞ 6 വർഷമായി നിന്നെ ഞാൻ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. എടാ, എനിക്ക് എന്തെങ്കിലും പറ്റിയ നിന്റെ ജീവിതം തനിച്ചാണല്ലോ എന്നുള്ള ഓർമ്മയിൽ എന്റെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ല. ഡാ, അമ്മേ, കഴിഞ്ഞ 6 വർഷവും എനിക്ക് മറ്റൊരു കൂട്ട് വേണമെന്ന് തോന്നിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് അമ്മയ്ക്ക് അറിയാത്താണോ? അല്ലല്ലോ. അറിയാടാ, അറിയാം. നിന്റെ മനസ്സിൽ കല്ലി കൊത്തി വെച്ചിരിക്കുകയാണല്ലോ ഒരു പ്രതിഷ്ഠയെ, ശാലിനിയെ. ആ വിഗ്രഹം എന്നെടുത്ത് പുറത്തു കളയുന്നോ അന്ന് നീ രക്ഷപ്പെടും. അത് നിനക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. അമ്മ തന്നെ പറഞ്ഞല്ലോ, കല്ലിക്കുത്തിയ വിഗ്രഹം പോലെയാണ് ശാലിനി എന്ന്. അതെന്തുകൊണ്ടാണെന്നറിയോ? അവള് തന്ന സ്നേഹം കൊണ്ട് ഈ ലോകത്തിന് മറ്റൊന്നും അതിന് പകരാവില്ല. ഓഹോ, പ്രേമ മനുഷ്യരെ അന്ധരാക്കുന്ന മറ്റ് അറിവുള്ളവര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നിന്റെ കാര്യത്തിൽ സത്യം. നാഴികയ്ക്ക് 40 വട്ടം നീ ശാലിനി മന്ത്രം ജപിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഒരു കാര്യം നീ ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അവള് നിന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല. നീ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അവൾ അന്വേഷിച്ചിട്ടില്ല. ഉണ്ടോടാ? അതങ്ങനെ തീർത്തു പറയാൻ പറ്റുമോ? ശാലിനി ഏത് അവസ്ഥയിലാന്ന് നമുക്കറിയോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ പറയാ? അതറിയാനേ കവടി ഒന്നും നിർത്തണ്ട. ആത്മാർത്ഥതയും സ്നേഹമുള്ളവർ ഏത് അവസ്ഥയിലായാലും തിരഞ്ഞ് തേടി വരും. ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും പ്രിയപ്പെട്ടവരെ കുറിച്ച് അന്വേഷിക്കും. എടാ, നീ ഒരു കൈക്കുഞ്ഞല്ല, പ്രായപൂർത്തിയായ പക്വതയുള്ള ഒരു പുരുഷനാ. എന്നിട്ടും ഞാൻ നിന്നെ കുറിച്ച് ആലോചിക്കുന്നതും ഇങ്ങനെ വിഷമിക്കുന്നതും എന്തിനാടാ? സ്നേഹം കൊണ്ട്. എടാ, അത് മനസ്സിലാക്കാത്തതാ നിനക്ക് പറ്റിയ തെറ്റ്. അമ്മയെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലല്ലേ? അമ്മ തന്നെ അത് പറയണം. എടാ, എന്നെ നീ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നീ എനിക്ക് ചെയ്തു തന്നാ മതി. ഈ അമാവാസി കഴിയുമ്പോ നീ ശാലിനിയെ മറക്കണം. ഞാൻ ആലോചിക്കുന്ന വിവാഹത്തിന് നീ സമ്മതിക്കണം. എന്താ, പറ്റില്ലേ? അമ്മയ്ക്ക് എന്റെ കൂടുതലൊന്നും നീ പറയണ്ട. ഇത് എന്റെ തീരുമാനമാ, അറിയാലോ. ഈ സത്യഭാമയൊന്ന് തീരുമാനിച്ച അത് നടത്തിയിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അത് തീർച്ചയാ. ആർട്ടിസ്റ്റുകളെ കഴിഞ്ഞോ? ഒരു 2 മിനിറ്റ് കൂടി മോളെ, ഇപ്പൊ കഴിയും. 2 മിനിറ്റ് കൂടി കഴിഞ്ഞ പപ്പിയുടെ ചേച്ചിയമ്മയെ കാണാന്ന്.
കാണിച്ചു തരാം അങ്കിൾ. ദാ അങ്കിളെ. താങ്ക്സ് മോളെ. മിടുക്കി. ആ രേഖാചിത്രം ഇപ്പൊ കഴിയും കേട്ടോ. ശരി അങ്കിൾ. ഇതിൽ ആരുടെ ചേച്ചി അമ്മയാ ഇതെന്ന് പറഞ്ഞ? എന്റെ അങ്കിൾ. ദാ ഇങ്ങ വന്നേക്ക് അങ്കിൾ. അത് മോളുടെ ചേച്ചി അമ്മയ്ക്ക് മോളുടെയൊക്കെ പ്രായമുള്ളപ്പോഴത്തെ ഫോട്ടോ. ഇത് മോളുടെ ചേച്ചിയമ്മ ഇപ്പൊ എങ്ങനെ ഇരിക്കുമെന്നുള്ള രേഖാചിത്രം. ദാ. ആരുടെ കുഞ്ഞുമ്മയുടെ പടമായാലും ആദ്യം ഞാനൊന്ന് കാണട്ടെ. ആര് പറഞ്ഞിട്ടോ ഈ രേഖാചിത്രം വരച്ചത്? ദേ, ഈ കുട്ടി പറഞ്ഞിട്ടാ സാർ. മോളുടെ ആയിരുന്നു മോള്. പൊട്ടിപ്പോയില്ലോ മോളെ. പോടാ. അമ്മേ. ഇവളോ? എന്താണ് ഇത്? പോലീസ് സ്റ്റേഷനും അതൊക്കെ കിണ്ടർ കാണുന്നു. സോറി സാർ. എന്തോ സോറി? എന്ത് കുന്തോടെ ഇവിടെ നടക്കുന്നേ? സോറി സാർ, ഈ കുട്ടിയുടെ ചേച്ചിയമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരാതിയായിട്ട് വന്നതാ. കുട്ടിക്കാലത്തെ ഒരു പടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവരെങ്ങനെ ഇരിക്കുന്നെന്ന് അറിയാനായിട്ട് പിള്ളേർക്ക്. അപ്പൊ താനങ്ങ് സഹായിച്ചു കൊടുത്തു അല്ലേ? അതെ സാർ. എടോ, ഓലപ്പിപ്പിയും പ്ലാവലത്തൊപ്പിയായിട്ട് പിള്ളേരുടെ കളറി പോലീസ് കളിക്കാനല്ല. സർക്കാർ ഇതിനൊക്കെ യൂണിഫോം തന്നെ ഈ കസേര എത്തിക്കുന്നത്. സാർ, ഇവിടെ ഒരാളെ രേഖാചിത്രം വരയ്ക്കണമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും അത് സംബന്ധിച്ചുള്ള അനുമതി വാങ്ങണമെന്നും തനിക്കറിയില്ലടോ? അറിയാം സാർ. പിന്നെ എന്ത് കോപ്പറ അവിടെ കാണിച്ചു വെച്ചേക്കുന്നേ? നിന്റെ തൊപ്പി എറിയുന്നത് കാണോ? വേണ്ട സാർ. മാറിക്കണോ അങ്ങോട്ട്? അവന്റെ ഒരു പടം വരപ്പ്. വിഷ്ണുവിന്റെ ഭാര്യ ശാലിനിയാണെന്ന് പിള്ളേർക്ക് ഇതുവരെ അറിയത്തില്ല. ഈ പടം കണ്ടവർ ശാലിനിയെ കാട്ടിക്കൊടുത്താൽ വിഷ്ണു പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവളെ സത്യഭാമയ്ക്ക് മുമ്പിലെത്തിക്കും. പിന്നെ സത്യഭാമയുടെ അനുമതിയോടുകൂടി തന്നെ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കും. പിന്നെന്റെ സ്വസ്ഥിത മോള് വൈകുവോളം വെള്ളം കോരുന്നതിനാ. അങ്കിള് ആ പടം ഒന്ന് കാട്ടണേ. ഇതോ? അയ്യോ അങ്കിൾ, അത് കേറിപ്പോ. ശരി, കീറണ്ട. ചേച്ചിയമ്മയുടെ പടം ഒന്ന് കാട്ടണേ അങ്കിൾ. പ്ലീസ് അങ്കിൾ ഒന്ന് കാട്ടി തരണേ. പിള്ളേരാ പൊരുകണിയാന്ന് വെച്ച് ശ്രമിക്കും തോറും തലക്കേറി നിറങ്ങോടി. പോലീസ് സ്റ്റേഷൻ എന്താണെന്ന് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം ഇതിനൊക്കെ.
പടം വരപ്പിക്കാൻ വന്നേക്കുന്നു.